നമസ്കാരം. സെലൻസ്കി രാജ്യം വിട്ടു. റഷ്യ ഉക്രൈൻ യുദ്ധം ഇത് അവസാനിക്കില്ല. കാരണം എന്തുകൊണ്ടത് അവസാനിക്കില്ല? സെലൻസ്കി എന്തുകൊണ്ട് രാജ്യം വിട്ടു പോകേണ്ടി വന്നു? കാര്യം ഇത്രയേ ഉള്ളൂ. സമാധാന കരാർ ഉണ്ടാക്കാൻ പോകുന്നു അമേരിക്ക. ആ സമാധാന കരാറിൽ വച്ചിരിക്കുന്ന 20 ദിന പരിപാടികളോട് യോജിപ്പ് കാണിക്കുവാൻ ഒരിക്കലും സെലൻസ്കിയും പുടിനും തയ്യാറാകുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധം അവസാനിക്കാൻ കഴിയാതായി പോകുന്നത്. സമാധാന കരാറിന് മുൻപ് 20 വർഷത്തെ സുരക്ഷ ഉറപ്പു വേണമെന്ന് അമേരിക്കയോട് യുക്രൈന്റെ പ്രസിഡന്റായിട്ടുള്ള വ്ളാഡിമിർ സെലൻസ്കി പറയുമ്പോൾ സെലൻസ്കിയുടെ ആ വാദഗതികളൊന്ന് ആലോചിച്ച് നോക്കുക. റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഏതെങ്കിലും സമാധാന കരാറിൽ ഒപ്പിടുന്നതിന് മുന്നോടിയായിട്ട് അമേരിക്കയിൽ നിന്ന് 20 വർഷത്തെ സുരക്ഷാ ഗ്യാരണ്ടി തേടുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. അങ്ങനെ ഒരു ഗ്യാരണ്ടി കിട്ടിയതുകൊണ്ട്, അതും അമേരിക്കയിൽ നിന്നൊരു ഗ്യാരണ്ടി കിട്ടിയതുകൊണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ഭരിക്കുന്ന ഈ ട്രംപിനെ പോലൊരു നേതാവിൽ നിന്നൊരു ഗ്യാരണ്ടി കിട്ടിക്കൊണ്ട് ഉക്രൈൻ രക്ഷപ്പെടാമെന്ന് കരുതുന്നുണ്ടോ? അങ്ങനെ അവർക്ക് അതിൽ നിന്ന് മാറിപ്പോകാൻ കഴിയുമോ? അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു സുരക്ഷ ഒരുക്കാനുള്ള കെൽപ്പ് അമേരിക്കയ്ക്കുണ്ടോ? അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് റഷ്യയെ പിടിച്ചു നിർത്തുവാനുള്ള ധൈര്യമുണ്ടോ? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവാണ് വ്ളാഡിമിർ സെലൻസ്കി ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വ്ളാഡിമിർ സെലൻസ്കി ഇനിയും യുദ്ധം മുന്നോട്ട് പോയാൽ ഉക്രൈൻ വിട്ട്, ഈ രാജ്യം വിട്ട് പുറത്തു പോകേണ്ടി വരും. ഇനി ഇവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേ അല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയും ഇവിടെ നിന്ന് യുദ്ധം ചെയ്യുകയാണെങ്കിൽ വ്ളാഡിമിർ സെലൻസ്കി ഒരു ചരിത്രമായി മാറും, ഒരു കഥയായി തീരും. കാരണം പുടിൻ എന്ന് പറയപ്പെടുന്ന റഷ്യയുടെ നേതാവ് ഏത് തരത്തിലും വിജയം ആഗ്രഹിക്കുന്ന ആളാണ്. വ്ളാഡിമിർ സെലൻസ്കിയെ പോലൊരു നേതാവിനെ 4 വർഷത്തിലധികം ഇങ്ങനെ യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും എത്ര ദൂരം കൂടി മുന്നോട്ട് പോകുവാനും തയ്യാറാണ് റഷ്യ. പക്ഷെ അതിനുള്ള കരുത്ത് സെലൻസ്കിക്കും സെലൻസ്കിയുടെ ഉക്രൈൻ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിനും ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അവിടെയാണ് ഈ രാജ്യം വിട്ട് പുറം രാജ്യത്തിൽ എവിടെയെങ്കിലും പോയി അഭയം പ്രാപിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സെലൻസ്കി എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ഭാവിയിൽ റഷ്യയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ആക്രമണങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഉക്രൈന്റെ നീക്കം എന്ന് പറയപ്പെടുന്നത്. അതൊരിക്കലും അംഗീകരിക്കുവാനോ, അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ അങ്ങനെ ഒരു ഉറപ്പ് കൊടുക്കുവാൻ അമേരിക്കയ്ക്ക് എങ്ങനെ കഴിയും? അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന് എങ്ങനെ കഴിയും? കാരണം വ്ളാഡിമിർ പുടിനെ പോലൊരു ആളോട് സംസാരിക്കുവാനോ ഇത്തരത്തിലുള്ള ഉറപ്പുകൾ വരുത്തിയെടുക്കുവാനോ ഒരിക്കലും അമേരിക്കയ്ക്ക് കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഉറപ്പുകൾ, ഭാവിയിൽ റഷ്യ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പ് ലഭിക്കണമെങ്കിൽ അത് റഷ്യയുമായിട്ട് തന്നെ സമാധാന ചർച്ചകൾ ഉക്രൈനും നടത്തണം. സെലൻസ്കിയും പുടിനും കൂടിയിരുന്ന് സംസാരിച്ചു തീർക്കേണ്ട വിഷയം കൂടിയാണ്. സമാധാന ചർച്ചകൾ വിജയിക്കണമെങ്കിൽ അമേരിക്കയുടെ ദീർഘകാല പിന്തുണ അനിവാര്യമാണ് എന്ന് പറയപ്പെടുന്ന ഉക്രൈന്റെ നിലപാട്, നിലവിലെ ചർച്ചകൾ പ്രകാരം 15 വർഷത്തെ സുരക്ഷ ഉറപ്പാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഉക്രൈൻ ഇതിലും ദീർഘകാല അളവിലുള്ള ഉറപ്പാണ് ആഗ്രഹിക്കുന്നത് എന്ന് സെലൻസ്കി വ്യക്തമാക്കുകയും ചെയ്യുന്നു. സമാധാന കരാറിലെ വ്യവസ്ഥകൾ റഷ്യ ലംഘിക്കുകയാണെങ്കിൽ അമേരിക്ക നേരിട്ട് ഇടപെടണമെന്ന കർശനമായിട്ടുള്ള ആവശ്യം, അതാണ് ഉക്രൈൻ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ 20 വർഷത്തെ സുരക്ഷാ ഗ്യാരണ്ടി എന്ന ആവശ്യത്തോട് അമേരിക്കൻ ഭരണകൂടം ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന കാര്യം വരും ദിവസങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. അതേസമയം വേഗത്തിലുള്ള സമാധാനത്തിന് പകരമായിട്ട് ഡോൺബോസ് മേഖലയിൽ നിന്ന് ഉക്രൈൻ പിന്മാറണമെന്ന നിർദ്ദേശങ്ങളാണ് സെലൻസ്കി നേരത്തെ നിരസിച്ചിരുന്നത്. ഉക്രൈനിൽ ജനത ആ പ്രദേശത്ത് താമസിക്കുന്നതിനാൽ തന്നെ അത്തരമൊരു നീക്കം അസാധ്യമാണ് എന്ന് സെലൻസ്കി പറഞ്ഞിരുന്നു. മെയ് പകുതിയോടെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് US ആഹ്വാനത്തെയും അദ്ദേഹം എതിർക്കുന്നുണ്ട്. വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം കുറഞ്ഞത് 2 മാസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ വോട്ടെടുപ്പ് നടത്താൻ കഴിയൂ എന്ന ഒരു നിലപാടിലേക്ക്, ഒരു വാദത്തിലേക്ക് സെലൻസ്കി എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. വോട്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കുവാൻ ഇത് സഹായകമാകുമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷെ എന്തു തന്നെയായാലും ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്കോ ഒരു വോട്ടെടുപ്പ് എന്ന് പറയപ്പെടുന്ന പ്രക്രിയയിലേക്കോ എത്തണമെങ്കിൽ യുദ്ധം ഉക്രൈനിൽ അവസാനിക്കേണ്ടതുണ്ട്. അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചെടുക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചെടുക്കുവാൻ റഷ്യയ്ക്കും കഴിയില്ല. പക്ഷെ അങ്ങനെ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഈ ഉക്രൈനും റഷ്യയും നേരിട്ട് സംവദിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അവർ തമ്മിൽ ഒരു സമാധാന ചർച്ച വേണമെന്ന് അവർ ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. പുടിനും സെലൻസ്കിയും ഒരേ സമയം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിൽ ഈ യുദ്ധം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം നടക്കും. ഉക്രൈനിൽ നിന്ന് സെലൻസ്കിക്ക് ഈ രാജ്യം വിട്ട് പോകേണ്ടി വരും എന്നുള്ളത് മാത്രമായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. സെലൻസ്കി ഈ രാജ്യം വിട്ട് മറ്റേതെങ്കിലും ഒരു രാജ്യത്തേക്ക് കുടിയേറി പാർക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എത്തും. അപ്പോൾ തന്നെ ചിലപ്പോൾ ഈ യുദ്ധം അവസാനിക്കുകയും ചെയ്യും. അതോടുകൂടി ഈ രാജ്യത്തെ പിടിച്ചടക്കുവാനുള്ള കരുത്ത് റഷ്യക്ക് ഉണ്ടാവുകയും പുടിൻ വീണ്ടും ഉക്രൈനെ സ്വന്തം രാജ്യത്തിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെല്ലാം പിന്നിൽ ചരട് വലിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ നേതാവായിട്ടുള്ള ഡൊണാൾഡ് ട്രംപാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഡൊണാൾഡ് ട്രംപിനെയാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത്.
ഒരു ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചത് കൊണ്ട് മാത്രം ഇതൊരു സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയോ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയോ ചെയ്യില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ സെലൻസ്കി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന 20 വർഷത്തെ വാദത്തോട് യോജിപ്പ് കാണിക്കാത്ത ട്രംപിന്റെ നിലപാട്.